സാർ, നമ്മൾക്കറിയാം ഇപ്പോ 75-ൽ നടന്ന ആ ഒരു അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾ നമ്മൾ വിവരിച്ചു. ഇന്ന് ഈ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ ആ സ്ത്രീയുടെ, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ഇത്രയ്ക്കും കൊടും ക്രൂരയായിട്ടുള്ള ആ സ്ത്രീയുടെ പേരക്കുട്ടി ഇന്ന് ഈ പറയുന്ന ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി പോക്കറ്റിൽ ഒരു കൊച്ചു പുസ്തകവും പോക്കറ്റിലിട്ട് അയാൾ വായിച്ചു നോക്കാത്ത ഒരു പുസ്തകം തന്നെ എന്ന് പറയേണ്ടതുണ്ട്. എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന്. കാരണം ഒരിക്കലും പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുന്ന ചെറിയൊരു പുസ്തകമല്ല ഭരണഘടന എന്നുള്ളതിന്റെ മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ മണ്ടന്മാരായിട്ടുള്ള ഈ ഗണ്ഡി അടിമകളെ, കാരണം ഗാന്ധി എന്ന് പറയുന്ന പദം പോലും മോഷ്ടിച്ചെടുത്തുകൊണ്ട് ഈ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന അവരിലെ അവസാനത്തെ കണ്ണി എന്ന് പറയാം, ഈ പറയുന്ന ഈ രാഹുൽ ഗണ്ഡി കാട്ടിക്കൂട്ടുന്ന ആ കോപ്രായങ്ങൾ അതുകൂടെ കൂട്ടിയിണക്കി അന്ന് കഴിഞ്ഞതും ഇന്ന് നടക്കുന്നതുമായ കോപ്രായത്തെ കൂടി കൂട്ടിയിണക്കി എങ്ങനെയായിരിക്കും സാർ വിവരിക്കാനാവുക? അത് എന്തുകൊണ്ടെന്നാൽ ഈ കോൺഗ്രസ് പാർട്ടി മാതൃകയായി സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 16 വർഷക്കാലം അദ്ദേഹം ഇന്ത്യ ഭരിച്ചു. ആ സമയത്ത് അദ്ദേഹം ചെയ്തത് എന്താണ്? സോവിയറ്റ് യൂണിയനെ അതേപടി കോപ്പി ചെയ്യുകയാണ്. അവിടുത്തെ പഞ്ചവത്സര പദ്ധതികൾ, അവിടുത്തെ ഹെവി ഇൻഡസ്ട്രി, അവിടുത്തെ നഗരാസൂത്രണം, ഗ്രാമാസൂത്രണം, ഇതൊന്നും ഇന്ത്യക്ക് യോജിക്കുന്നതാണോ അല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ അതേപടി ഇന്ത്യയിലേക്ക് കോപ്പി ചെയ്തു. അങ്ങനെ കോപ്പി ചെയ്തപ്പോ അവരിൽ നിന്ന് കോപ്പി ചെയ്ത ഒരു കാര്യമാണ് ഏകാധിപത്യവും വംശാധിപത്യവും. അപ്പോൾ ഇന്ത്യയില് ഏകാധിപത്യം, ജനാധിപത്യത്തിന്റെ മുഖം മൂടി വെച്ച ഏകാധിപത്യം അങ്ങനെ കടന്നു വന്നു. നമുക്കറിയാം, കോൺഗ്രസിലെ തലതൊട്ടപ്പന്മാരായ ജനസ്വാധീനമുള്ള, പാർട്ടി പിന്തുണയുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ആദ്യം തന്നെ വെട്ടിയൊതുക്കി. അത് കഴിഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേലിനെ പിന്നെ വെട്ടിയൊതുക്കി. അങ്ങനെയാണല്ലോ നെഹ്റു വരുന്നത്, പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ജിന്നയ്ക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് രാജ്യം കൊടുത്തു. അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം കൊടുത്തു, കാശ്മീർ കൊടുത്തു. ബാക്കിയുള്ളിടത്ത് സ്വസ്ഥമായി സ്വതന്ത്രമായി തന്റെ ഏകാധിപത്യം നടത്താൻ വേണ്ടി അദ്ദേഹം ഭരണം ആരംഭിച്ചു. ആ ഭരണം ഒരു ഡൈനാസ്റ്റി ഭരണമാക്കി കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ദിര വന്നു. ഇന്ദിര വരാൻ വേണ്ടി ഒരു താമസം ഉണ്ടാകുമോ എന്ന് കണ്ടപ്പോൾ ശാസ്ത്രിയെ താഷ്കന്റിൽ അയച്ച് റഷ്യയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കൊന്നുകളഞ്ഞില്ല എന്ന് പറയാനുള്ള തെളിവൊന്നും ആർക്കും ഇല്ല. ഇന്ദിര പെട്ടെന്ന് പ്രധാനമന്ത്രിയാവുന്നു, പിന്നെ രാജീവ് പ്രധാനമന്ത്രിയാവുന്നു. അപ്പോ അതങ്ങനെ പാരമ്പര്യമായിട്ട് വരേണ്ട ഒരു സംഗതിയാണ്. ഇത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറയുന്ന ചെറ ഊളന്മാര് AICC പ്രസിഡന്റ് വരെ കയറിയിരിക്കും. എന്നിട്ട് അങ്ങനെ തന്നെയാണ്, ഇന്ദിര തന്നെയാണ് ഭരിക്കേണ്ടതെന്ന് പറയും. അത് കഴിഞ്ഞ് രാഹുൽ വന്നു. അപ്പോൾ ശരിക്കും രാഹുൽ ഗാന്ധി ശരിക്കും അധികാരം മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ കുടുംബസ്വത്താണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ട കുടുംബസ്വത്താണ്. അപ്പൊ ഞങ്ങളുടെ കുടുംബസ്വത്തിന് എന്തിനാണ് വല്ല നരേന്ദ്രമോദിയും വന്ന് അവകാശം ഉന്നയിക്കുന്നത്? എന്തിനാണ് നിങ്ങളൊക്കെ അവിടെ കയറിയിരിക്കുന്നത്? ഈ തരത്തിലുള്ളൊരു അസഹിഷ്ണുത രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഇപ്പം നിറഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇവിടെ എന്തിന് ജനാധിപത്യം, ഇവിടെ എന്തിന് പത്രസ്വാതന്ത്ര്യം, ഇവിടെ എന്തിന് ഭരണഘടന, ഇവിടെ എന്തിന് കോടതി, ഇത് ഞങ്ങളുടെയല്ലേ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ ഒരു സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഭരണഘടന, മനുഷ്യ സംഘർഷം, ഇതിന് പിന്തുണ കൊടുക്കാൻ ഇപ്പോ ഇന്ത്യ മുന്നണിയുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ പഴയ ദൗത്യം ഇപ്പോഴും സാറിന്റെ നെറ്റിൽ വന്നിട്ടുള്ള ചെറിയ തകരാറാണ്, മാന്യപ്രേക്ഷകർ ക്ഷമിക്കുക. സാർ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ജന്മാവകാശം തനിക്ക് ലഭിക്കുന്നില്ല. എന്തിനാണ് തെരഞ്ഞെടുപ്പ്, എന്തിനാണ് ജനാധിപത്യം, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നാ പോരെ, ഇത് ഞങ്ങളുടെ കുടുംബസ്വത്തല്ലേ? അതാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതയ്ക്ക് കാരണം.
ഓക്കെ, എന്തായാലും ഈ ഒരു 50 വർഷം തികഞ്ഞു നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജയസൂര്യൻ സാർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുതുതലമുറയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. കാരണം ഇത് എല്ലാവർക്കും അറിയാം, 50 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊടും ക്രൂരത, ആ ക്രൂരത മറച്ചു വെക്കാൻ വേണ്ടി ഇന്ന് 50 വർഷങ്ങൾക്ക് ശേഷവും അതിന് ശേഷം ഒരുപാട് നാളായി ഇവിടെ പേരക്കുട്ടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്നത്തെ കോൺഗ്രസിന്റെ അവരുടെ തലമുറ കൈമാറി വന്ന ആ അധികാരം ഏന്താൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തി, അയാൾ ഈ പറയുന്ന ഭരണഘടനയുടെ സംരക്ഷകനാവാൻ വേണ്ടി വേഷം കെട്ടി നടക്കുന്ന ഒരു കോമാളിയായി നടക്കുമ്പോൾ ഈ കോമാളിയുടെ അച്ഛന്റെ അമ്മയായിട്ടുള്ള ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന, എന്നേരം ഇന്ദിരാ ഗാന്ധി എന്ന് വിളിക്കപ്പെടേണ്ട ആ സ്ത്രീ ചെയ്ത ഈ കൊടും ക്രൂരതയുടെ അല്പം അംശമെങ്കിലും നമ്മുടെ പുതുതലമുറയിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഭരണഘടനയുടെ ഹത്യാ ദിനമായി തന്നെ ആഘോഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർബന്ധ ബുദ്ധിയോടെ തന്നെ പുതുതലമുറയിലേക്ക് ഈ വിവരങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തത്. ആ ദിവസത്തിൽ ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഈ 50 വർഷങ്ങൾക്ക് മുൻപ് നരകയാതന അനുഭവിച്ച് നമ്മളെ കടന്നുപോയതും ഇന്നും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുഖത്ത് നോക്കി നമ്മൾക്ക് എങ്ങനെയാണ് ഞാനൊരു ഈ പറയുന്ന ഭാരതീയനാണ്, എന്റെ ഭാരതത്തെ ഇത്ര കണ്ട് ദ്രോഹിച്ച ഒരു സ്ത്രീയെ നമ്മൾ മറന്നു എന്ന് അവരോട് അത് എങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയാതിരിക്കാനാവുക? അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഇതൊന്നും മറന്നിട്ടില്ല. പുതുതലമുറയിലേക്ക് ഇനിയും ഇത് പാസ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം എല്ലാവരും വിസ്മരിച്ചാലും ഒരിക്കലും ആ ഭാഗത്തിന്റെ പേര് തന്നെയാണ് RSS എന്ന് പറയുന്ന 3 അക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒരു ഭാഗം. ആ ഭാഗത്തുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ഭാരതത്തെ, നമ്മുടെ ഭാരതത്തെ ആക്രമിച്ചവരായാലും വേണ്ടില്ല, ദ്രോഹം ചെയ്തവരായാലും വേണ്ടില്ല, അവരെ പൊതുസമൂഹത്തിന് മുൻപിൽ ഇതുപോലെ തന്നെ ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്രയും വിവരങ്ങൾ നമ്മൾക്ക് ഉയർത്തിക്കാട്ടാൻ വേണ്ടി പ്രയത്നിച്ച ജയസൂര്യൻ സാറോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ കടപ്പാട് അറിയിക്കുകയാണ് മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി കൂടി. എന്തായാലും സാർ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ പുതിയ സെഷനുകളുമായിട്ട് വരാമെന്ന ഉറപ്പോടെ തൽക്കാലം ഈ ഒരു ശുഭരാത്രിയിൽ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.